والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين برضا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തണലേകിയവർക്ക് തണലാവുക അഥവാ നമ്മെ നാമാക്കി മാറ്റാൻ ത്യാഗവും നൊമ്പരവും അനുഭവിക്കുന്ന മാതാപിതാക്കളെ, ആ ബന്ധങ്ങളെ ഏത് നിലക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പസമയം പരസ്പരം പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. തൊട്ടു മുൻപുള്ള പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലിബറൽ ചിന്താഗതികൾ സമൂഹത്തിൽ വ്യാപകമാകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ വരാനിരിക്കുന്ന ഒരു തലമുറക്ക് നഷ്ടമാകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കുടുംബമെന്ന സംവിധാനം. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കുടുംബം നൽകുന്ന സമാധാനം, കുടുംബം നൽകുന്ന ശാന്തി അതെത്രത്തോളം ഉണ്ടെന്ന് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളുടെ രക്ഷിതാക്കളായ, നിങ്ങളുടെ കുടുംബങ്ങളായ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു വെള്ളിയാഴ്ച ജുമഅക്ക് വേണ്ടി, ഖുതുബക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും തന്റെ മുൻപിലിരിക്കുന്ന സഹാബത്തിനെ നോക്കി ഓതിക്കൊടുക്കുന്ന ഒരു വചനം വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 1-ാമത്തെ വചനമായിരുന്നു. ആ വചനത്തിലുണ്ട്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, മനുഷ്യരെ നിങ്ങൾ പരസ്പരം സംശയിച്ചു കൊണ്ടിരിക്കുന്ന പരലോകത്തിന്റെ വിഷയത്തിലും, വൽ അർഹാം നിങ്ങളുടെ കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിലും നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. മറ്റൊരു ഭാഗത്ത് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉർ റഹിമ, കുടുംബ ബന്ധം മുറിച്ചവനും ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തവരും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല. നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഓരോ ബന്ധങ്ങളും അല്ലാഹുവിന്റെ തീരുമാനമാണ്. നമ്മൾക്കറിയാമല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മയുടെ മരണശേഷം ജീവിച്ചിരുന്നത് അബൂത്വാലിബിന്റെ വീട്ടിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായി അബൂത്വാലിബിന്റെ വീട്ടിൽ ആ അബൂത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ എന്ന ഉമ്മയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപാലിച്ചിരുന്നത്. അതുകൊണ്ട് അബൂത്വാലിബിന്റെ പത്നി ഫാത്തിമ മരണപ്പെട്ടപ്പോ ഫാത്തിമയെ കബറിലേക്ക് ഇറക്കി വെക്കുന്നതിന്റെ തൊട്ടു മുൻപ് ആ കബറിലേക്ക് നോക്കി കണ്ണുനീരോടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കുണ്ട്, കബറേ എന്റെ പോറ്റുമാക്ക് നീ സമാധാനം കൊടുക്കണം. ആ കബറിലേക്ക് നോക്കി അള്ളാഹുവിന്റെ തിരുദൂതനെ കൊണ്ട് അത് പറയിപ്പിച്ചിട്ടുള്ളത് ആ ബന്ധത്തിന്റെ മഹത്വമായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്.
നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആരുടെ മക്കളാവണം, നമ്മളെ മാതാപിതാക്കൾ ആരാവണം, നമ്മളെ ജ്യേഷ്ഠനാരാവണം, നമ്മളെ ഭാര്യ ആരാവണം, ഭർത്താവ് ആരാവണം, ഇതൊക്കെ തീരുമാനിച്ചത് അല്ലാഹുവാ. അതുകൊണ്ടാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ജനങ്ങളെ, നിങ്ങളെ പടച്ച റബ്ബ് വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും ജനിപ്പിക്കാനുള്ള കാരണം നിങ്ങളിൽ ചിലർ ആ ഗോത്രത്തിന്റെയും കുടുംബത്തിന്റെയും പവറും പത്രാസും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മാന്യന്മാരെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരുടെ മകനാകണം എൻ്റെ റബ്ബിന്റെ തീരുമാനമാ. അതുകൊണ്ടാണ് കറുപ്പോ വെളുപ്പോ തറവാടുള്ളവനോ ഇല്ലാത്തവരോ ഇവരൊക്കെ അള്ളാഹുവിന്റെ ഒരുപോലെയുള്ള സൃഷ്ടികളാ. വെളുത്തവനെ നോക്കിയിട്ട് ഓന് 2 വാപ്പുണ്ട് അതാവും വെളുത്തുപോയത് എന്ന് പറയാറില്ല. അതല്ലെങ്കിൽ കറുത്തവനെ നോക്കിയിട്ട് ഒരു ഉമ്മാന്റെ മോനായതുകൊണ്ടാ കറുത്തുപോയത് എന്ന് പറയാറില്ല. കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ തറവാടുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ ധനികനാവട്ടെ ദരിദ്രനാവട്ടെ എല്ലാവർക്കും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അള്ളാഹു ജന്മം കൊടുത്തതെങ്കിൽ നമ്മളുടെ പിതാവാരാകണം, നമ്മുടെ ഏത് ഉമ്മാന്റെ ഗർഭത്തിൽ ജനിക്കണം എന്നൊക്കെ തീരുമാനിച്ചത് അള്ളാഹുവാ. ആ ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി ചേർത്ത് പിടിച്ചു കൊണ്ടു നടക്കുന്നവരെയാണ് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നതും. പക്ഷേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളൊക്കെ അകന്നുകൊണ്ടിരിക്കുകയും ഇസ്ലാം ലോകത്തോട് ഏറ്റവും കൂടുതൽ പവിത്രമായി രേഖപ്പെടുത്തുന്ന രക്തബന്ധങ്ങൾ പോലും ഇന്ന് മനുഷ്യൻ അകറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. മാതാപിതാക്കളാൽ വേദനിക്കുന്ന മക്കളും മക്കളാൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളും ഇന്ന് നമ്മളെ കൂട്ടത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന മാതാപിതാക്കളുടെ മനസ്സിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ യാത്രയാക്കുന്ന മക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു ഉമ്മാക്ക് 4 മക്കളെ നോക്കാൻ ഒരു ഉമ്മാന്റെ ആയുസ് മതിയായിരുന്നെങ്കിൽ 4 മക്കൾക്കും കൂടി ഒരു ഉമ്മയെയോ വാപ്പയെയോ നോക്കാൻ സാധ്യമല്ലാത്ത നിലക്ക് ഫുട്ബോൾ കോർട്ടിലെ പന്തിനെ പോലെ 4 മക്കളുടെ വീട്ടിലും കയറിയിറങ്ങി 4 മക്കളെയും മനസ്സറിഞ്ഞ് ശപിക്കാൻ പോലും പറ്റാതെ നെഞ്ചുരുകി ജീവിക്കുന്ന 100 കണക്കിന് മാതാപിതാക്കളെ ഇന്ന് നമ്മൾക്ക് കുടുംബങ്ങളിൽ കാണാൻ സാധിക്കും. ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടും മക്കളുടെ നാവിന്റെ വേദനയറിഞ്ഞ് മരിക്കുന്ന മാതാപിതാക്കൾ, അവസാന കാലത്ത് പോലും നല്ലൊരു സ്വഭാവത്തോടു കൂടി മക്കളുടെ പെരുമാറ്റം കിട്ടാതെ നെഞ്ചുരുകി ജീവിക്കുന്ന മരണപ്പെട്ടു പോയേക്കുന്ന നിരവധി രക്ഷിതാക്കൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പം, മക്കളെ, ലോകത്താദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ട അറിവ് നമ്മൾ പഠിക്കുന്ന ബയോളജിയുടെയോ ഫിസിക്സിന്റെയോ കെമിസ്ട്രിയുടെയോ മറ്റേതെങ്കിലും പരീക്ഷ എഴുതി കിട്ടുന്ന റാങ്കിന്റെയോ മഹത്വമല്ല. നമ്മളെ ജനിപ്പിക്കാനും ജനിച്ച് ജീവിക്കാനും പടച്ചറബ് തന്ന ഒരു ഉമ്മാന്റെ വയറിന്റെ ഗർഭപാത്രത്തിന്റെ ആയമായിരിക്കണം. അറിഞ്ഞിട്ടുണ്ടോ ഒരു ഉമ്മാന്റെ ആയം? ഒരു ഉമ്മ ഒരു മകന് കൊടുക്കുന്ന, കുടുംബത്തിന് കൊടുക്കുന്ന ത്യാഗത്തിന്റെ ആയം. ആ ആയത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി മുൻഗാമികളായ ഉലമാക്കൾ ഒരു കഥ പറയാറുണ്ട്. നമ്മൾ കേട്ടതാണെങ്കിലും ഒരു ഉമ്മ തന്റെ മകന്റെ 2ാമത്തെ പിറന്നാളിന് 3ാമത്തെ പിറന്നാളിന് ആ മകൻ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കൊടുത്തു. അന്ന് ആ മകൻ ഉമ്മാനോട് തിരിച്ചു ചോദിച്ചു, ഉമ്മ, എന്റെ 10ാമത്തെ പിറന്നാളിന് ഉമ്മ എന്താ എനിക്ക് സമ്മാനം തരിക? ആ ചോദ്യത്തിന്റെ മുൻപിൽ ആദ്യം ഉമ്മ നമ്പരെന്നെങ്കിലും ഉമ്മ തിരിച്ചു പറഞ്ഞു, മോനെ, അന്ന് എന്റെ മോൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അത് ഉമ്മ എനക്ക് തരും. തന്റെ 9ാമത്തെ വയസ്സിൽ ആ കുട്ടി പെട്ടെന്ന് ബോധം കെട്ടു വീഴുന്നു. പരിശോധിച്ച ഡോക്ടർമാർ വിധി എഴുതി, ആ കുട്ടിയുടെ കിഡ്നി അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, മാറ്റിവെക്കണം. കഥയാണെങ്കിലും ഒരു ഉമ്മ എന്ന പദത്തിന്റെ ആഴം തിരിച്ചറിയാൻ വേണ്ടിയ മുൻഗാമികളായ ഉലമാക്കള് ഈ കഥ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പരിശോധനക്കൊടുവിൽ ഡോക്ടർമാർ വിധി എഴുതി, ഒന്നുകിൽ ആ കരള് മാറ്റിവെക്കണം, അല്ലെങ്കിൽ ഈ കുഞ്ഞിന് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. കരളെല്ലാം മാറ്റിവെച്ച് ആശുപത്രി വാസത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മകന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേയുള്ളൂ, എന്റെ 10ാമത്തെ പിറന്നാളിന് എന്റെ ഉമ്മ എനിക്ക് തരുമെന്ന് പറഞ്ഞ സമ്മാനം അതെന്താണെന്നറിയണം. വീട്ടിലേക്ക് കയറി വന്ന മകൻ ആ വീട് മൊത്തം തെരഞ്ഞു, ഉമ്മയെ കാണുന്നില്ല. അവസാനം സങ്കടപ്പെട്ട് തന്റെ വാപ്പാന്റെ അരികിലേക്ക് വന്നിരിക്കുമ്പം
കണ്ണുനീരുകൾ താടികൾക്കുള്ളിലൂടെ ഒലിച്ചു ചാടുന്ന പിതാവിന്റെ മുഖത്ത് നോക്കി ആ മകൻ ചോദിച്ചു, ഉപ്പാ, എന്റെ ഉമ്മ എവിടെ? ആ ഉമ്മ എനിക്ക് തരാമെന്ന് പറഞ്ഞ സമ്മാനം എവിടെ? പിതാവിന്റെ കൈകളിലുള്ള ഒരു എഴുത്ത് മകന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ ആ എഴുത്ത് വായിച്ച മകൻ ഇങ്ങനെ വായിച്ചു, പൊന്നുമോനെ, മോൻ എന്നോട് ചോദിച്ചു 10ാമത്തെ പിറന്നാളിന് ഉമ്മ എന്താ എനിക്ക് സമ്മാനം തരിക എന്ന്. എങ്കിൽ നീ അറിഞ്ഞ മോനെ, നിന്റെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള കരള് അത് ഉമ്മാന്റെ കരളാ മോനെ. ഇതാണ് മനുഷ്യരെ ഒരു ഉമ്മയുടെ ആയം, ഒരു ഉമ്മ എന്ന വാക്കിന്റെ പൊരുള്. അറിഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? ജീവിതത്തിലേക്കൊരു വൈവാഹിക ജീവിതത്തിന് ശേഷമാ പല മക്കൾക്കും തന്റെ മാതാക്കളെ തിരിച്ചറിയാൻ സാധിക്കുക. എനിക്ക് പറ്റിയിട്ടുണ്ട്. വയറിലേക്ക് ഗർഭം കൊരുക്കുന്ന കാലം മുതൽക്കൊരു പെണ്ണനുഭവിക്കുന്ന വേദന, ഒരു ഉമ്മ അനുഭവിക്കുന്ന ത്യാഗം, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കാതെ ഓരോ മാസവും തന്റെ വയറിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് തന്റെ അരക്ക് തായോട്ടുള്ള കടച്ചിലും വേദനയും കൊണ്ട് ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനകൾ, തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവ് സുഖസുന്ദരനായി കിടന്നുറങ്ങിയാലും ബാക്കി പ്രസവിച്ചിട്ട പല മക്കൾ പല റൂമിൽ കിടന്നാലും ഒന്നും മലർന്ന് കിടക്കാൻ പോലും പറ്റാതെ രാത്രികളിൽ ഉറക്കം വരാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ഉമ്മയെ നിങ്ങൾ കാണാത്തത് കൊണ്ടാ മക്കളെ ഉമ്മ എന്ന വാക്കിന്റെ പൊരുള് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോകുന്നത്. പല മക്കളുടെയും വാക്കുകളെ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ഉമ്മമാരില്ലേ? ചില മക്കൾ പറയാറുണ്ട്, ഈ ഉമ്മാന്റെ ഇടയിൽ നിന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന്. 2 വർഷം 9 മാസം ഗർഭത്തിലും 2 വർഷം വലിയൂട്ടിയിട്ടും പിന്നീട് അങ്ങോട്ട് പരുന്തിനും കാക്കക്കും കൊടുക്കാതെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മകന് ഒരു ഉമ്മാന്റെ മുഖത്ത് നോക്കി പറയുന്നത് ജയിക്കാനാണെങ്കിലും ആ മുറിവ് ഉമ്മാന്റെ മനസ്സിലുള്ള കാലത്തോളം പടച്ചറബ് ആ മക്കളോട് പൊറുക്കില്ല എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത്. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിനെ അനുസരിക്കുകയും അവന്റെ പ്രവാചകനോട് നീതി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അനുസരണയോടുകൂടി നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെ ആയിരിക്കണം. ആ മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്നും ആ മാതാവിന്റെ കണ്ണുകളിൽ നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെത്താൻ സാധിക്കുകയില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കുക, അറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുമ്മനെ? ഈ കൂട്ടത്തിലെ എത്ര മക്കൾക്ക് പറയാൻ പറ്റും ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടത് എന്താന്ന്? സ്വന്തം മാന്റെ കൈ പിടിച്ചിട്ട് ജീവിതത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ഉമ്മ എന്റെ നാവ് നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടോ? എന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം, എന്റെ പെരുമാറ്റം എന്റെ ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടോ? നമ്മളെ ജീവിതത്തിന്റെ ഒരു ശൈശവ കാലഘട്ടം അത് ഓർത്താൽ മതി നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഉമ്മാനെ തിരിച്ചറിയാൻ. ഇന്ന് നമുക്ക് ശ്വസിക്കാൻ വായു വേണം, കുടിക്കാൻ വെള്ളം വേണം, ജീവിക്കാൻ സ്നേഹമെന്ന കരുതൽ വേണം. ഉമ്മല്ലെങ്കിലേ ഉമ്മാന്റെ വിലയറിയൂ. പലപ്പോഴും ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, റബ്ബേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ, ഒരുപക്ഷെ എനിക്ക് കിട്ടുന്ന കാവലുകളൊക്കെ എൻ്റെ ഉമ്മാന്റെ പ്രാർത്ഥനയായിരിക്കും. ഓരോ തവണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്ന് അള്ളാനോട് ദിക്ർ ചൊല്ലിയിട്ട് പോണേ മോനെ, തിരിച്ചു വരുന്നത് വരെ ഓരോ ദിവസവും സാധ്യമാകുന്ന നിലക്ക് അന്വേഷണങ്ങൾ നടത്തി ഓരോ രാവും പകലും ഒരു ഉമ്മ അർദ്ധമയക്കത്തിൽ പോലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തിയാ മക്കളെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം. നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൽ പോലും അവരുടെ പ്രാർത്ഥനയുടെ കരുത്തുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാ ഈ കാലഘട്ടത്തിൽ പലർക്കും തൻ്റെ രക്ഷിതാക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, മാതാക്കളുടെ മനമറിയാൻ സാധിക്കുന്നില്ല. ഇന്ന് നമുക്ക് ഇതേപോലെ കുടിക്കാൻ വായും വെള്ളവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇതൊക്കെ വേണ്ടിയിരുന്നു. ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഭിത്തികളിൽ അലക്കയായി അള്ളിപ്പിടിക്കുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് വളരാൻ വെള്ളം വേണം, നിങ്ങൾക്ക് ജീവൻ തന്ന അന്നു മുതൽ നിങ്ങൾക്ക് ശ്വാസം വേണം, നിങ്ങൾക്ക് ജീവിക്കാൻ. ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ? അത് പുറത്തുനിന്ന് ആരെങ്കിലും വയറ്റിലേക്ക് കുത്തിവെച്ചതല്ല. ഒരു ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഉമ്മാന്റെ പൊക്കിളിൽ നിന്ന് നിങ്ങളെ പൊക്കിളിലേക്ക് തന്ന ആദ്യത്തെ ശ്വാസം, ഒരു ഉമ്മാന്റെ പൊക്കിളിലൂടെ നിങ്ങളെ പൊക്കിളിലേക്ക് ഉമ്മ തന്ന ആദ്യത്തെ വെള്ളം, ഒരു ഉമ്മ നടക്കുമ്പോൾ പോലും ശ്രദ്ധിച്ചു നടന്ന നടത്തം, ആ കരുതലും സ്നേഹവും നിങ്ങൾക്കന്നവർ നൽകിയിട്ടുണ്ടെങ്കിൽ ആയുസിന്റെ വാർദ്ധക്യത്തിലേക്ക് അവർ നിങ്ങളെപ്പോലെ മക്കളെപ്പോലെ എത്തും. ഞാനൊക്കെ പറയാറുണ്ട്, എൻ്റെ ചെറിയ മോളെ ഞാനിങ്ങനെ എടുത്തു പൊന്തിക്കുമ്പോ അവളെ വായിന്നിങ്ങനെ തുപ്പലിങ്ങനെ ഒലിക്കും. നമ്മളതിന് തേനെന്നാ പറയാ. ആ തേനൊലിപ്പിക്കല്ലടി എന്നും പറഞ്ഞ് ഞാൻ ആ തേന് സ്വന്തം ചുണ്ടിലായാലും എൻ്റെ മോളെ ചുണ്ടുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കുമ്പോ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, നിന്റെ വായിൽ നിന്നും ആ നുരയും പതയും തുപ്പലും ഒലിക്കുന്നൊരു കാലം വരാനുണ്ട്.
ഇവിടെ നിന്നൊന്ന് നീട്ടിത്തുപ്പിയ എന്റെ ചിറിയുടെ സൈഡിലൂടെ ഈ ചുണ്ടിന്റെ ഭാഗത്തുകൂടെ ഒലിച്ചു ചാടുന്ന ഒരു വാർദ്ധക്യം എന്നെ കാത്തിരിക്കുന്നുണ്ട്, എന്റെ ഭാര്യനെ കാത്തിരിക്കുന്നുണ്ട്. അന്ന് എന്റെ മക്കൾ എന്നെ അറപ്പോടെ നോക്കുമ്പോ, എന്റെ ആയുസ്സിൽ എന്റെ മക്കളുടെ വിസർജ്യത്തിൽ ഒരിക്കൽ പോലും അറപ്പ് കാണിക്കാത്ത എന്നോട്, എന്റെ മക്കളുടെ വായിൽ നിന്നും ഒലിക്കുന്ന അവരുടെ തുപ്പലിനോട് ഒരു അറപ്പും കാണിക്കാത്ത എന്നോട്, എന്റെ മടിയിൽ കിടന്നാലും ഭാര്യന്റെ മടിയിൽ കിടന്നാലും ഓരോ രാത്രി കിടക്കപ്പായിൽ വിസർജിക്കുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴും ഞെട്ടി എഴുന്നേറ്റ് മകൻ നനവിലാണെന്നറിയുമ്പോ, തന്റെ മകള് നനവിലാണെന്നറിയുമ്പോ ആ മൂത്രത്തിന്റെ തുണി മാറ്റി പുതിയ തുണികൾ തിരികെ വെച്ച് നേരം പുലരുന്നതിനിടയിൽ 5ഉം 6ഉം തവണ മക്കളുടെ കിടക്കുന്ന വിരിപ്പ് മാറ്റിക്കൊടുത്ത ഉമ്മാനോട് വാർദ്ധക്യത്തിൽ അറപ്പോടെ വെറുപ്പോടെ പെരുമാറുന്നുണ്ടെങ്കിൽ അവിടെയാ റബ്ബ് പഠിപ്പിച്ചത്, അവരിൽ ഒരാളോ 2 പേരോ വാർദ്ധക്യത്തിലേക്ക് എത്തി നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ ചേ എന്നൊരു വർത്തമാനം പോലും നിങ്ങൾ അവരോട് പറയാൻ പാടില്ല. ഒരിഷ്ടം, ഒരനിഷ്ടത്തോടെയുള്ള നോട്ടം പോലും നിങ്ങൾ അവർക്ക് നേരെ നോക്കാൻ പാടില്ല. വലിയൊരു പാറയെപ്പോലും നീക്കിക്കളയാൻ കെൽപ്പുണ്ട് ഒരു ഉമ്മനോടും വാപ്പനോടും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കും അതല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന നന്മകൾക്കും. അതുകൊണ്ട് ആ ഗുഹയിൽ അകപ്പെട്ടു പോയപ്പോ അതിലൊരാൾ പ്രാർത്ഥിച്ചതെന്താ? റബ്ബേ, എന്റെ മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടേ ഞാൻ എൻ്റെ മക്കൾക്ക് പാല് കൊടുക്കാറുള്ളൂ. ഒരു ദിവസം ഞാൻ തിരിച്ചു വന്നപ്പോ എന്റെ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയത് ഞാൻ കണ്ടു. അവരുണരുന്നത് വരെ ഞാൻ കാത്തിരുന്നു. ഉണർന്നതിന് ശേഷം ഞാൻ അവർക്ക് ആ പാല് കൊടുത്തതിന് ശേഷമാ ഞാൻ എൻ്റെ മക്കൾക്ക് പോലും കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നിർവഹിച്ചത് നാഥ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് റബ്ബേ എന്ന അടിമ പ്രാർത്ഥിച്ചപ്പം 100 ആള് പിടിച്ചാലും മാറാത്തൊരു പാറക്കഷണം ഗുഹാമുഖത്ത് നിന്നും നീങ്ങിയിട്ടുണ്ടെങ്കിൽ മക്കളെ, ഒരു ഉമ്മാന്റെ നാവിന്റെ ദിക്റിന്റെ ബലമാ എനിക്കിങ്ങൊക്കും പടച്ചോൻ ഒരുക്കി വെച്ചിട്ടുള്ള കാവല്. ആ തിരിച്ചറിവോടുകൂടി സ്വന്തം മാതാവിനെ തിരിച്ചറിയാനും ഉമ്മയെന്ന വാക്കിന്റെ ആഴമറിയാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. വാക്കുകളെ കൊണ്ടോ നോട്ടം കൊണ്ടോ ഒരു ഉമ്മയെ സങ്കടപ്പെടുത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇന്നത്തെ സാമൂഹിക ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ജീവിതത്തിലൊക്കെ ചില വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു വാക്ക് പോലും പറയാൻ പറ്റാതെ ഒറ്റയ്ക്കിരിക്കുന്ന ചില മാതാക്കളെ കാണുന്ന സമയത്ത് ഒരുപാട് സങ്കടപ്പെട്ടു പോകാറുണ്ട്. എൻ്റെ മുൻപിലിരിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളതും അത്രേ, നിങ്ങൾ ഏതൊക്കെ ഉയരത്തിലെത്തിയാലും, എത്രയൊക്കെ നിങ്ങൾ സമ്പത്ത് വാരിക്കൂട്ടിയാലും, ഏതൊക്കെ ഉന്നത സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിയാലും വന്ന വഴി അത് സ്വന്തം മാതാപിതാക്കളുടെ കൈയിന്റെയും നാവിന്റെയും പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന തിരിച്ചറിവോടെ അവരെ നെഞ്ചോട് ചേർക്കാൻ സാധിക്കണം. ഒരുപാട് മക്കളുണ്ടായിട്ടും അനാഥകളെ പോലെ ജീവിക്കേണ്ടി വരുന്ന രക്ഷിതാക്കളുണ്ട്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് സിറ്റിയിൽ ഒരു പ്രൊഫസർ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന് 3 മക്കളാ. ആ 3 മക്കളെയും ആ വാപ്പ പഠിപ്പിച്ചു. ഇന്ന് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതും നിങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടിയിട്ടാ. ഞാൻ പഠിപ്പിക്കുന്ന നിന്റെ മക്കൾക്ക് ഇന്നെ സംരക്ഷിക്കും എന്നൊരു പ്രതീക്ഷ കൊടുക്കാൻ മക്കളായ നിന്റെ മക്കൾക്ക് പറ്റിയിട്ടില്ലേ? ആ മക്കൾ വലിയ അബദ്ധങ്ങളാ. നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളും ഇന്നു പോലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നേരം വെളുത്ത് ഈ സമയം വരെ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ നന്നാവാൻ വേണ്ടി നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഉമ്മമാര് വാപ്പമാര് ഈ കൂട്ടത്തിലുണ്ട്. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ മക്കൾ നന്നാവണം. എൻ്റെ മക്കൾ മറ്റൊരാളെ മുൻപിൽ അപമാനിക്കപ്പെടാൻ പാടില്ല. നാളെ പടച്ചോന്റെ അടുത്തേക്ക് എത്തുമ്പം ആ മക്കളോട് 100% നീതി കാണിച്ച ഒരു മാതാപിതാക്കളാവണം എനിക്ക് എന്ന പ്രാർത്ഥനയോടെ ഓരോ മാതാപിതാക്കളും നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ അള്ളാഹുവിന്റെ മുൻപിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കളെ തിരിച്ച് പരിഗണിച്ച് സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഓരോ മക്കളുടെയും ഉത്തരവാദിത്തമാണ്. ആ മാതാവിന്റെ അരികിൽ ചെന്ന് അല്പനേരം സംസാരിക്കാൻ. ഞാനൊക്കെ പറയാറുണ്ട്, സ്വന്തം ഉമ്മാനോടൊരു തമാശ പറയാൻ പോലും മക്കൾക്ക് മടിയാ. എല്ലാ മക്കളും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് നല്ല മക്കളുണ്ട്. വാപ്പന്റെ ഇമ്മന്റെയും ബർക്കത്ത് കിട്ടി അവരുടെ ഏറ്റവും നല്ല വാക്കോടുകൂടി ഈ ദുനിയാവെന്ന് മക്കളാൽ സന്തോഷിച്ച് പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങിയവര്. പക്ഷേ ഇന്ന് പല മഹല്ലുകളിലും കാണാറുള്ളത് എന്താന്ന് ചോദിച്ചാ, ആദ്യം വാപ്പ അങ്ങ് മരിക്കും. അങ്ങനെയാണല്ലോ. എനിക്ക് 40 വയസ്സായി, എന്റെ ഭാര്യക്ക് 32 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ പടച്ചോൻ തീരുമാനിക്കുന്നത് പ്രായത്തിന്റെ അളവിനനുസരിച്ചാണ്. ഞാൻ മരിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ മരിക്കുണ്ടാവും. അള്ളാന്റെ കല എങ്ങനെയാണെന്നറിയൂല. പക്ഷെ എനിക്കിപ്പോഴും ഉള്ള ഒരു സങ്കടം, ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ ഭാര്യനെ ഒറ്റപ്പെടുത്തല്ലേ എന്റെ മക്കള് എന്നാ. കാരണം ദുനിയാവിൽ ഒരു പടച്ചോൻ തരുന്നതിൽ ഒരു വലിയ പരീക്ഷണം ഏകാന്തതയാ, ഒറ്റക്കുള്ള ജീവിതമാ.
അതുവരെ കൂടെയുണ്ടായിരുന്ന പലരും കൂടെയില്ലാതാകുമ്പോൾ അനുഭവിക്കുന്ന വേദനയും സങ്കടങ്ങളുമാ. അത് നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മളെ വീട്ടിൽ നമ്മളെ പെരുമാറ്റം കൊണ്ട് ആ ഏകാന്തതയും സങ്കടവും അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ഓർക്കുമ്പം നെഞ്ചിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പെടച്ചിൽ ആ മാതാക്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മക്കളെ, ആ മാതാപിതാക്കളുടെ നാവിൻ്റെയും അവരുടെ പ്രാർത്ഥനയുടെയും ഫലമായി നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വമ്പിച്ച ശിക്ഷ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആ മാതാവിന്റെ സ്വർഗം, മാതാവിന്റെ കാലടിയിലുള്ള സ്വർഗം അത് കണ്ടെത്താനും അവരെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാനുമാ. ഒരു ഉപ്പയെന്ന വാക്കിന്റെ ആഴം അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും? ഒരു വാപ്പയെ പറ്റി പറയുമ്പം പലരും പറയാറുള്ളത് അധ്വാനിക്കുന്നൊരു മിഷ്യൻ, അത്രേ ഉള്ളൂ. പ്രസവിച്ചതിന്റെ കണക്ക് ഉമ്മാര് പറയുമ്പോൾ പോലും നോക്കിയ കണക്ക് വാപ്പാര് പറയാറില്ല. കാരണം ഒരു വാപ്പക്കറിയ ഒരു പിതാവിന്റെ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ ബലത്തിലാ മക്കളുടെ സന്തോഷം. ആയുസ് തീരുന്നതുവരെ ഒരു വാപ്പ ഉരുകിയൊലിച്ച് നിങ്ങൾക്കൊരു വിളക്കായി കത്തി നിന്നാലും വാർദ്ധക്യത്തിലെത്തുമ്പം പിതാവിന്റെ മനസ്സറിഞ്ഞ് ആ വാക്കിന്റെ ആഴമറിഞ്ഞ് കൂടെ നിൽക്കാൻ ഓരോ മക്കൾക്കും സാധിക്കേണ്ടതുണ്ട്. ഒരു മകന്റെ കൈപിടിച്ച സംസാരത്തിനും ചേർത്ത് നിർത്തിയ ഒരു തലോടലിനും ആഗ്രഹിക്കുന്ന പിതാക്കന്മാരെ ഇന്ന് നമ്മളെ കൂട്ടത്തിലുള്ളൂ. കോടാനുകോടി കൊടുക്കണം എന്നൊരു വാപ്പയും ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിച്ചു കൊണ്ടുതരണം എന്നും ഒരു പിതാക്കന്മാർ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ജീവിതത്തിന്റെ ഏറ്റവും വാർദ്ധക്യ കാലഘട്ടത്തിൽ ഒരു പരിഗണന ലഭിക്കുന്ന, ഒന്ന് ചേർന്ന് നിൽക്കുന്ന, ഒരു നല്ല വർത്തമാനം സംസാരിക്കുന്ന, ഒരു നല്ല മക്കളാവണം എന്ന പ്രതീക്ഷയിലും മാത്രമാ നിങ്ങൾക്ക് വേണ്ടി കണക്ക് പോലും നിശ്ചയിക്കാതെ ഒരു പിതാവ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വാപ്പയുടെ മനസ്സറിയാൻ, ആ വാപ്പയെന്ന തണലറിയാൻ, അതില്ലാതാകുമ്പോഴാ നമ്മൾ ഓരോരുത്തരും അതിന്റെ വിലയറിയാ. ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒരു അഡ്രസ്സേ ഉള്ളൂ, അബ്ദുറഹിമാന്റെയും നഫീസയുടെയും മകൻ. അവര് നഷ്ടപ്പെട്ടാൽ, അവർ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോയാൽ ഞാൻ ആരെന്ന് ചോദിച്ചാ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് അഡ്രസ് ഒന്നുമില്ല. പിന്നെ എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത് നിന്റെ മരണം മാത്രമാ. അതുകൊണ്ട് തന്നെ നമ്മളാരെന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ സഹായിക്കുന്ന നമ്മളെ മാതാപിതാക്കളെ, അള്ളാഹുവിന്റെ തൃപ്തി എന്നാൽ അത് മാതാപിതാക്കളുടെ തൃപ്തിയാ. അള്ളാഹുവിന്റെ കോപം എന്നാൽ അത് മാതാപിതാക്കളുടെ കോപമാ. പരസ്പരം അവരുടെ ഹൃദയം നിറയ്ക്കുന്ന സ്വഭാവത്തോടെ, പെരുമാറ്റത്തോടെ അവരെ നമ്മളിലേക്ക് ചേർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏതൊരു പിതാവും നമ്മളെ ഗുണദോഷിക്കുന്നതും നമ്മളോട് ദേഷ്യപ്പെടുന്നതും വെറുപ്പോണ്ടല്ല, മറിച്ച് നമ്മളുടെ ജീവിതം നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാ. നമ്മളെ ആയുസിന്റെ പ്രാർത്ഥനയോട് അവർ കാത്തിരിക്കുന്നതും നമ്മളൊരു നല്ല നിലയിലേക്കും നല്ലൊരു സ്ഥാനത്തേക്കും നല്ലൊരു വിശ്വാസത്തിലേക്കും എത്തിപ്പെടാൻ വേണ്ടിയാ. ആ തിരിച്ചറിവോടുകൂടി സ്വന്തം മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആ പ്രൊഫസറായ പിതാവിന്റെ 3 മക്കളെയും ആ വാപ്പ പഠിപ്പിച്ചു. 3 മക്കളും ഉന്നത സ്ഥാനം നേടി, ഉയർന്ന ശമ്പളം നേടി, അവരുടേതായ ജീവിത രീതി കണ്ടെത്തി. നാട്ടിലുള്ള വാപ്പയും ഉമ്മയും പലതവണ മക്കളോട് സങ്കടം പറഞ്ഞു. ഒരാവർത്തിയെങ്കിൽ, ഒരു തവണയെങ്കിൽ ആ കുടുംബത്തിലേക്ക് ഒരാളോട് ചേർന്ന് നിൽക്കാൻ. ആരും ചേർന്ന് നിൽക്കാതായപ്പോ രോഗം കലശമായ ഭാര്യ, വേദന സഹിച്ചു നോക്കാൻ ആളില്ലാതെ ഓട്ടോക്കാരന്റെ കാരുണ്യം കൊണ്ട് മാത്രം മാസങ്ങളോളം ജീവിച്ചു മരിച്ചുപോയി. പിന്നീട് ഒറ്റപ്പെട്ട പിതാവിന് ആ വീട്ടിൽ വലിയ ഏകാന്തത അനുഭവപ്പെട്ടു. പിന്നീട് മാസം 70 രൂപയുടെ അടുത്ത്, 70,000 രൂപക്കടുത്ത് പെൻഷൻ വാങ്ങുന്ന ഒരു പ്രൊഫസറായ പിതാവ് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു കയറിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ ലോകത്തിന്റെ ഏത് കോണിൽ, ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നമ്മൾ എത്തിപ്പെട്ടാലും ഒരു മാതാപിതാവിന്റെ ഹൃദയത്തിന്റെ നൊമ്പരം അതറിയിച്ചിട്ടാണ് അവരെ നമ്മൾ തിരിച്ചയച്ചതെങ്കിൽ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, ലാ യുകല്ലിഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം. നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്തവരാണെങ്കിലും അള്ളാഹുവിന്റെ നോട്ടമോ റബ്ബിന്റെ സംസ്കരണമോ റബ്ബിന്റെ സംസാരമോ ഒരു കൂട്ടരുടെ നേരെ ഉണ്ടാവുകയില്ല. ഒന്നാമതായി തിരുദൂതൻ എണ്ണിയത് അൽ ആഖു ലിവാലിദൈഹി, സ്വന്തം മാതാപിതാക്കളെ ഹൃദയം വേദനിപ്പിച്ചവനും മാതാപിതാക്കളോട് അനാദരവ് കാണിക്കുകയും സ്വന്തം ഉമ്മനെയും ഉപ്പയെയും സങ്കടപ്പെടുത്തിയവർക്കും ഖബറിൽ പോലും പടച്ച റബ്ബ് ഒരു സമാധാനം കൊടുക്കില്ല എന്ന്
ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഈ ലോകത്ത് ശിക്ഷിക്കപ്പെടുന്ന ഖബറിലെ പലർക്കും അല്ലാഹു തആല അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ ഇളവുകൾ കൊടുക്കും. ആശൂറയുടെ ദിവസം, പെരുന്നാളിന്റെ ദിവസം, ദുൽഹിജ്ജയുടെ അറഫയുടെ ദിവസം, ലൈലത്തുൽ ഖദറിന്റെ ദിവസം, അല്ലാഹുവിന് പ്രിയപ്പെട്ട റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ അല്ലാഹു ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് അല്ലാഹുവിന്റെ ഇളവുകൾ കൊടുക്കും. ആ ഇളവുകൾ പോലും അല്ലാഹു കൊടുക്കില്ല എന്ന് പറഞ്ഞത് ഒരേ ഒരു കൂട്ടർക്ക് മാത്രമാണ്. അൽ ആഖുലി വാലിദൈഹി ഉഖൂഖൽ ഉമ്മഹാത്ത്, സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾക്ക്. അതുകൊണ്ട് നമ്മൾ പറയണം നമ്മളെ മാതാപിതാക്കളോട്, നമ്മളുടെ വല്യുപ്പയെ പറ്റിയും വല്യുമ്മയെ പറ്റിയും നമ്മൾ അറിയണം. ഒരു മാതാപിതാക്കൾ ഈ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്നത് യാതൊരുവിധ പാപങ്ങളും ഇല്ലാതെയാവണം എന്ന തിരിച്ചറിവോടുകൂടി. സഹോദരങ്ങളെ, നമ്മളെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആ ഒരു ചിന്ത, പലപ്പോഴും ഈ വിഷയം പറയുമ്പോൾ ഞാൻ ഒരുപാട് വൈകാരികമാകാറുണ്ട്. കാരണം ഞാൻ എൻ്റെ അമ്മൻ്റെ ഇപ്പൻ്റെയും കൂടെയാണ് താമസിക്കുന്നത്. എൻ്റെ അനിയൻ വീടെടുത്ത് താമസം മാറിയപ്പോൾ ആ അനിയന്റെ വീട്ടിലേക്ക് ഒരു 2 ആഴ്ച പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും വാപ്പയും ചെന്നു. പക്ഷെ അന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ, എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ, എൻ്റെ വീട്ടിൽ എന്തോ ഒരു ശൂന്യത പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. കയറി ചെല്ലുമ്പോൾ അമ്മ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ വലൈക്കും സലാം, നീ വന്നൂലേ, നീ എന്തോ കുടിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം എനിക്കില്ലാതായതുപോലെ തോന്നി. 2ാമത്തെ ദിവസം എനിക്ക് സഹിക്കാൻ പറ്റാതായി. പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയി, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത്രയൊക്കെ അധ്വാനിച്ച് ജീവിക്കുമ്പോഴും എൻ്റെ ധൈര്യം എൻ്റെ മാതാപിതാക്കളായിരുന്നു എന്ന് ആ സമയത്ത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അതേ നാട്ടിൽ, അതേ ചുറ്റുപാടിൽ സ്വന്തം പിതാവിനെ തല്ലിയിറക്കി കഴുത്തിലും തലയിലും മുറിവ് പറ്റി സ്വന്തം മകന്റെ ചവിട്ടും കെട്ടി ഇറങ്ങിപ്പോകുന്ന ഒരു വാപ്പയെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആ പിതാവിനോട് സംസാരിക്കാൻ പോയപ്പോ 2 കൈയും മുറുകെ പിടിച്ച ആ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഒന്നുമില്ലെങ്കിലും എൻ്റെ മോനല്ലേ, എനിക്ക് മനസ്സറിഞ്ഞ് ശപിക്കാൻ പറ്റാറില്ല ഒരു മാതാപിതാക്കൾക്കും. എന്തൊക്കെ കുറ്റം ചെയ്താലും, എന്തൊക്കെ അവിവേകം കാണിച്ചാലും, എന്തൊക്കെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ സ്വന്തം മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായാലും, പടച്ചോനെ എൻ്റെ മോനെങ്ങി കാക്കണേ, എൻ്റെ മക്കൾക്കിങ്ങി നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഏത് രക്ഷിതാക്കൾക്കും അള്ളാഹു കൊടുത്തത് കൊണ്ടാ ഈ ലോകത്ത് പലതിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ അറിവ്. അവരുടെ കരുതലും സ്നേഹവും ഇരട്ടിയിലധികമാക്കി തിരിച്ചു കൊടുക്കാൻ നാളെ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുമ്പം, എൻ്റെ ഒരു പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, സ്വന്തം മകന് ഭരിക്കുന്ന വാപ്പാന്റെ കയ്യിൽ പിടിച്ച് ഈ നാട്ടിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോയൊരു കഥ. അതൊരു കെട്ടുകഥയല്ല. 30,000-ലധികം റിയാലിന്റെ ശമ്പളം വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരന് ഈ നാട്ടിൽ നിന്ന് ഉമ്മാക്ക് സുഖേടാന്നറിഞ്ഞപ്പം നാട്ടിലേക്ക് പോയ കഥ. നാട്ടിലെത്തിയിട്ട് മരിക്കുന്ന സെക്കൻഡ് വരെ ഉമ്മാന്റെ കട്ടിലിന്റെ അരികിലിരുന്ന് ഉമ്മാന്റെ വയറുന്ന് വരുന്നത് പോലും അറപ്പില്ലാതെ ഉമ്മാനെ കുളിപ്പിച്ച് ഭംഗിയാക്കി അവസാന ശ്വാസത്തിന്റെ മുൻപ് തന്റെ മകന്റെ കൈ പിടിച്ച ഉമ്മ പറഞ്ഞത്, അടുത്ത ജന്മത്തിലും മോനെ എന്നെ മോനായിട്ട് കിട്ടാൻ അമ്മ പ്രാർത്ഥിക്കട്ടോ, അങ്ങനെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ എന്ന്. ഈ ദുനിയാവെന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സർട്ടിഫിക്കറ്റാണത്. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ളത്, ഞാനും ആശങ്കയില്ല. ഏതു മക്കളാ നമ്മളെ സംരക്ഷിക്കുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂല. ഒരുപാട് പണവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായി തിരിച്ചു ചെല്ലുമ്പോഴേക്കും, ഇനി അതല്ലെങ്കിൽ ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കി പഠിച്ച് തിരിച്ചു വരുമ്പോഴേക്കും സ്നേഹിക്കാൻ മാതാപിതാക്കളില്ലെങ്കിൽ, നമ്മളിൽ നിന്ന് ആഗ്രഹിച്ച സ്നേഹം കിട്ടാതെ അവർ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റബോധം ജീവിതത്തിൽ മാറൂലട്ടോ ഒരിക്കലും. ഏത് സദസ്സ് ചെന്നാലും കയ്യ് പിടിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന ചിലർ വരാറുണ്ട്. ഖുതുബക്ക് കയറുമ്പോൾ പോലും കയ്യ് പിടിച്ചിട്ട് പറയും, ഉസ്താദേ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ദ്വാരക്കണം. ഞാൻ ചോദിച്ചെന്താ? ഒന്നുമില്ല, മരിച്ചു പോയിട്ട് കുറച്ച് കാലായി, എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ബേജാറ്. അത് പടച്ചോൻ തരുന്നതാ. സ്വന്തം ഉമ്മാനെയും വാപ്പാനെയും നല്ല നിലക്ക് നോക്കി യാത്രയാക്കാത്ത മക്കൾക്ക് അള്ളാഹു ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ? ആ കുറ്റബോധ, ആ നെഞ്ചിന്റെ നീറല. അതിന്നെ നിങ്ങളെയും വിട്ടുപോകണേ, നിങ്ങളെയും മണ്ണുക്ക് വെക്കണം. നമ്മളെ മക്കൾ നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ പോലും നമുക്കൊരു ജീവിതത്തിലേക്ക് ഇതെനിക്ക് അനുഭവിക്കേണ്ടതാണ് എന്ന ചിന്തയെ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെയാ പല മക്കളും ഇന്ന് എന്തൊക്കെ നേടിയിട്ടും ഒരു സമാധാനമല്ലാതെ ജീവിക്കുന്നതെങ്കിൽ ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, ജീവൻ ഉള്ളപ്പോഴേ നോക്കാൻ പറ്റൂട്ടോ. മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിയിൽ ഉസ്താദിനെ ചെന്നുണ്ട്, എൻ്റെ അപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ 100 ആക്ക് സിമന്റ് തരാ, എൻ്റെ അമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ 1000 ചാക്ക് എത്തിങ്കാനൊക്കെ അരി തരാ എന്ന് പറഞ്ഞതുകൊണ്ട് പുണ്യല്ല. ജീവിച്ചിരിക്കുന്ന കാലത്തൊന്ന് കൈ പിടിച്ച് അടുത്തിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് നല്ലത് പറയാൻ,
അല്ലെങ്കിൽ തൻ്റെ ചിന്തകളും ശ്രദ്ധയും മാറിപ്പോകുന്ന കാലത്ത് ഒരു പൈതലിനെ പോലെ നോക്കാൻ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാട്സപ്പ് വീഡിയോ ഉണ്ടായിരുന്നു. ഒരു പേരക്കുട്ടി വല്യമ്മാനോട് പറയാ, കഞ്ഞി കുടിച്ചിട്ടില്ലെങ്കിൽ പോലീസ് പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കഞ്ഞി കുടിച്ചോളിട്ടോ വല്യമ്മാന്ന്. കേരളത്തിലെ 100 ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മളത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ സൗദി അറേബ്യയിലുള്ള ഒരു കഥ പോലും, ജ്യേഷ്ഠന്റെ വീട്ടിൽ താമസിക്കുന്ന സ്വന്തം വാപ്പാനെ വിട്ടുകിട്ടാൻ കേസ് കൊടുത്ത് ആ കേസിന്റെ വിജയത്തിന്റെ അന്ന് ഏട്ടന്റെ വീട്ടിൽ നിന്നും തന്റെ വാപ്പനെയും കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോ അനിയന്റെ അരികിൽ വന്നിട്ട് ഏട്ടൻ പറഞ്ഞൊരു വാക്ക്, നിന്റെ സ്വർഗാട്ടോ കൊണ്ടുപോകുന്നത് എന്ന്. ഈ നാട്ടിലുള്ള പലരും, നമ്മളിൽ ഓരോരുത്തരും കേരളത്തിലെ മുഴുവൻ ഗ്രൂപ്പുകളിലും അത് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷെയർ ചെയ്ത എത്ര പേര് സ്വന്തം വാപ്പാന്റെ ജീവിതം അറിഞ്ഞിട്ടുണ്ട്? ഈ കാലഘട്ടത്തിലുള്ള മക്കളോട് പറയാറുണ്ട്, മെസ്സി ഏത് ക്ലബിലാണെന്ന് അവർക്കറിയാം, അതല്ലെങ്കിൽ റൊണാൾഡോ ഏത് ക്ലബിലേക്ക് പോയി എന്നും അറിയാം, അതല്ലെങ്കിൽ എത്ര കോടി അവർക്ക് വരുമാനമുണ്ട് എന്നറിയാം. ഈ നാട്ടിലുള്ള സർവ്വ ചരാചരങ്ങളെ പറ്റിയോ അവർക്കറിയാം. പക്ഷേ സ്വന്തം വാപ്പ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഗുളിക ഏതാണെന്നറിയോ? പ്രഷർ കൂടുമ്പോഴും വയറു വേദനിക്കുമ്പോഴും ഉള്ളിലുള്ള എന്തോ ആന്തലുകൾ ഉണ്ടാകുമ്പോഴും ഒരു വാപ്പയമ്മയും കുടിക്കുന്ന ഗുളിക ഏതാണെന്നറിയോ? ഒരു ദിവസമെങ്കിലും അടുത്തിരുന്നിട്ട് എടുത്തു കൊടുത്ത് കൈ പിടിച്ച് നിങ്ങളെ ദീർഘായുസിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ടോപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പകലന്തിയോളം കഷ്ടപ്പെട്ടും കഴുതയെ പോലെ ഭാരം വഹിച്ചും ഇന്നും മക്കള് എന്ന ചിന്തയിൽ അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ഡിഗ്രി, ഈ ദുനിയാവെന്ന് അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുമ്പോൾ നമ്മളെ മാതാപിതാക്കൾ കുറ്റം പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ അരികിൽ ചെന്ന് നമ്മളെ മക്കളായി കിട്ടിയതിന്റെ പേരിൽ അവരതൊരു വലിയ അബദ്ധമായി പടച്ച റബ്ബിനോട് പറയാൻ പാടില്ല. ആ തിരിച്ചറിവിലേക്ക് നമ്മൾ മനസ്സ് കൊണ്ടുപോകുമ്പോഴേ നമ്മളെ അറിവിനും നമ്മൾ നേടുന്ന ഡിഗ്രിക്കും പടച്ചോന്റെ അടുത്ത് വിലയുള്ളൂ. എത്ര അറിവ് നേടിയാലും സ്വന്തം വാപ്പനെയും ഇമ്മനെയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലേ, ആ അറിവിനൊരു വിലയില്ല. അതുകൊണ്ട് ഓരോരുത്തരോടും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതുപോലെ ആ നന്മയിൽ ചേർന്ന് നിൽക്കാനും സ്നേഹത്തോടുകൂടി പെരുമാറാനും കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കാനും പറ്റണം. അതോടൊപ്പം തന്നെ നമ്മൾ നാളെ കയറി ചെല്ലുന്ന ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ നമ്മളുടെ ബന്ധങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞ് പെരുമാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരാൺ ആഗ്രഹിക്കുന്നത് എന്താണെന്നും ഒരു പെണ്ണിന് വേണ്ടത് എന്താണെന്നും കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ല ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ പിന്നീടുള്ള ഏറ്റവും നല്ല മനോഹരമായ ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാ. പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും സ്നേഹിച്ചും മതിവരാതെ ചേർന്നു നിന്നും പരസ്പരം കാരുണ്യങ്ങളായി മുൻപോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇന്നൊരുപാട് കുടുംബങ്ങളിൽ അഭിനയങ്ങളാ. നല്ല ഭർത്താവായിട്ട് അഭിനയിക്കുന്ന പലർക്കും ജീവിതത്തിൽ നല്ല ഭർത്താവാകാൻ പറ്റിയിട്ടില്ല. നല്ല ഭാര്യയായിട്ട് അഭിനയിക്കുന്ന പലർക്കും നല്ലൊരു ഭാര്യയാവാൻ പറ്റിയിട്ടില്ല. സമൂഹത്തിന്റെ മുൻപിൽ ഞങ്ങൾ നല്ല കപ്പിൾസ് ആണെന്ന് ബോധ്യപ്പെടുത്താൻ അതിന്റെ വിവാഹ വെഡിങ് ആനിവേഴ്സറിക്ക് ഭാര്യ ഭർത്താക്കന്മാർ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് ലൈക്കിനും ഷെയറിനും തെണ്ടുക എന്നല്ലാതെ തന്റെ കൂടെ കിടക്കുന്ന പെണ്ണിന്റെ മനസ്സറിയാത്ത 100 ഭർത്താക്കന്മാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. കൂടെ കിടക്കുന്ന ആണിന്റെ ഹൃദയം അറിഞ്ഞ് പെരുമാറാൻ പറ്റാത്തവരുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതും വളരുന്ന മക്കളോട് നാളെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന, റബ്ബേ എന്റെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ കാരണമാകുന്ന ഒരു ഇണയെ തുണയെ നീ എനിക്ക് തരണേ റബ്ബേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. കാരണം കയറി വരുന്നത് ദീനില്ലാത്ത പെണ്ണാണെങ്കിൽ, കിട്ടുന്നത് ദീനില്ലാത്തൊരു ആൺകുട്ടിയാണെങ്കിൽ അതോടെ തീരും ഈ ദുനിയാവിന്റെ മായാലോകം. ഇന്ന് നമ്മളെ ആസ്വദിപ്പിക്കുന്ന പലതും നമുക്ക് കണ്ണുനീരോടെ കണ്ടു നിൽക്കേണ്ടി വരും. ഇന്ന് ആസ്വദിച്ചു കുടിക്കുന്ന പലതും നെഞ്ചുരുകി ജീവിച്ചു തീർക്കേണ്ടി വരും. ഇന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന പല രാവുകളും നാളെ നെഞ്ചു പൊട്ടി ബെറ്റുകളിൽ കമന്നു കടന്ന് കരയേണ്ടി വരും. അതില്ലാതിരിക്കണമെങ്കിൽ ഇസ്ലാമിലെ ഏറ്റവും നല്ലൊരു ഭാര്യ, ഒരെണ, തുണ, ആരി എന്ന് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് തന്നെ ആ തിരുദൂതൻ പഠിപ്പിച്ചതും ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? സ്നേഹമാ. ഒരു പെണ്ണ് വാപ്പാന്റെ അടുത്തുനിന്ന് കൂടെ പോരാന്ന് സമ്മതിക്കുന്നത് പോലും ആ സ്നേഹം കിട്ടുമ്പോഴാ. പലരും നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളെയും തൃപ്തിപ്പെടുത്തും, സ്വന്തം പെണ്ണിനെ മാത്രം ചിലർക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. എന്റെ മുൻപിലിരിക്കുന്ന ചെറുപ്പക്കാരായ ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളതും ഓരോ പെൺമക്കളും ഒരു വാപ്പാന്റെയും ഇമ്മാന്റെയും വലിയ സ്വപ്നങ്ങളാ. 9, 10ാം ക്ലാസ് പഠിക്കുന്ന എന്റെ മൂത്ത മകളെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബേ എന്റെ മോക്കൊരു നല്ല കുടുംബം കിട്ടണം, അവളെ സ്നേഹിക്കുന്ന ഒരു വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പറ്റണം. അങ്ങനെ ഒരു വാപ്പയുമ്മയും ഹൃദയം തുറന്ന് സ്നേഹിച്ച് നാളെയെ സ്വപ്നം കണ്ട് കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണിനെ കയ്യും കാലും കാണിച്ച് വശീകരിച്ച് ബർക്കത്തില്ലാതെ കൂട്ടിക്കൊണ്ടുപോയ
പടച്ച റബ്ബിന്റെ ദേഷ്യവും ശിക്ഷയുമല്ലാതെ ഒരു മനസ്സമാധാനമുള്ള ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുന്നില്ല. അതുകൊണ്ടാ റബ്ബിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും ഇസ്ലാമിലെ പ്രേമ പ്രണയങ്ങളെല്ലാം വിവാഹത്തിന് ശേഷമാ. വിവാഹത്തിന് ശേഷം നിങ്ങൾ പ്രണയിക്കണം, സ്നേഹിക്കണം, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദങ്ങൾ കൈമാറണം. ഏറ്റവും നല്ല ഇണക്കത്തോടെയും സ്നേഹത്തോടെയും നിങ്ങൾക്ക് പെരുമാറാൻ പറ്റണം. ആണുങ്ങളിൽ ഏറ്റവും നല്ലോനാരാ? നല്ല സുന്ദരൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല? ഹിയാറുക്കും അഹ്സനുക്കും ലിന്നിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ. ഓരോ പെൺമക്കൾക്കും 1000 സ്വപ്നങ്ങളുണ്ട്, അവരുടെ രക്ഷിതാക്കൾക്കും 1000 സ്വപ്നങ്ങളുണ്ട്. കയറി ചെല്ലുന്ന പല ആൺകുട്ടികളും ഒരു കുടുംബത്തിന്റെ ദുരിതമാകുന്നുണ്ടെങ്കിൽ, ഓരോ കുടുംബത്തിന്റെയും വേദനയാകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയോ? വിവാഹത്തിന് ശേഷം എനിക്ക് കിട്ടുന്ന പെണ്ണിനെ ഏറ്റവും നല്ല സ്നേഹം കൊണ്ട് എനിക്ക് അവളെ സന്തോഷിപ്പിക്കാൻ പറ്റണം എന്നാ. ഒരു പക്ഷെ പിണക്കങ്ങൾ ഉണ്ടാവാം, അത് ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ രസമാ. ഇടക്കിടക്ക് പിണങ്ങുക, സന്തോഷിക്കുക എന്നുള്ളത്. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ യാത്രയെ തീരുമാനിച്ച കഴിഞ്ഞ തിങ്കളാഴ്ച എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ വേണേ ഒന്ന് ശ്രീനഗറിലൊക്കെ ഒന്ന് പോയിട്ടോ, ജമ്മു കാശ്മീരിലൊക്കെ ഒന്ന് പോയിക്കൊള്ളേണ്ടിയും. ഞാൻ അവളോട് ചോദിച്ചു, അതെന്താ? ഒന്നുമില്ല, നരകത്തിൽ ഇപ്പൊ എന്തായാലും ആ സ്വർഗത്തിന്റെ സുഖം ഉണ്ടാവൂലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദുനിയാവ് ഒട്ടുക്കും ഇങ്ങനെ നടക്കുന്നുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പുരയിലൊന്നൂടെ എന്നാ ഉള്ള ഉദ്ദേശം. ഏതായാലും ചെല്ലുന്നത് ആദർശ പ്രബോധനത്തിനാണ് എന്നുള്ളത് കൊണ്ട് തമാശയാണെങ്കിലും അവളത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പരസ്പരം സ്നേഹിക്കുമ്പോൾ വിവാഹത്തിന് ശേഷമുള്ള ഓരോ നിമിഷങ്ങളും ജീവിച്ച് മതിവരാതെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അവിടെ ഭക്ഷണം ഇല്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ആൺമക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കാരണം ഒരു വീട്ടിലെ പെൺമക്കളും കരയാൻ പാടില്ല. ഒരു പെൺമക്കളുടെ വാപ്പയുമ്മയും സങ്കടം കൊണ്ട് വീർപ്പുമുട്ടി ജീവിക്കാൻ പാടില്ല. ഒരുപാട് കുടുംബങ്ങളിൽ സ്വന്തം മക്കളുടെ ചെയ്തികൾ കണ്ട്, അവരുടെ നെറികേട് കണ്ട് ഹൃദയം വേദനിച്ച് ജീവിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹൈസക്കിൽ നിന്നും എടുക്കേണ്ട ഒരു പ്രതിജ്ഞ, എന്റെ സ്വഭാവം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനോ ഒരു പെണ്ണിനെ മറ്റേതെങ്കിലും അർത്ഥത്തിൽ കാണാനോ എനിക്ക് സാധ്യമല്ലെന്നും, നാളെ പടച്ച റബ്ബ് എനിക്ക് ഒരുക്കി തരുന്ന എന്റെ ഇണയോട് എന്റെ മരണം വരെ ഞാൻ നീതിയോടെ പെരുമാറുമെന്നും നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചാൽ ആ ജീവിതമാണ് മനോഹരം. അതോടൊപ്പം എൻ്റെ പെൺമക്കളോടും ഒരാണിന് വേണ്ടത് സമാധാന. പലപ്പോഴും ആണുങ്ങൾ ജീവിക്കുന്നത് പോലും നമ്മളെ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകാനാ. ഒരാണിന്റെ ഹൃദയത്തിന്റെ ഫലമാ ഏതൊരു പെണ്ണിന്റെയും ജീവിതത്തിന്റെ ശക്തി. അത് നഷ്ടപ്പെടുമ്പോഴാ നമ്മൾ ഒറ്റക്കാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പെൺമക്കളും പ്രാർത്ഥിക്കണം, നല്ലൊരു ഭർത്താവിനെ കിട്ടാനും ഏറ്റവും സ്നേഹത്തോടു കൂടി ജീവിക്കാനും. ഒരാണിന്റെയും കുടുംബത്തിൽ, ഒരാണിന്റെയും ജീവിതത്തിൽ ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന അവിശുദ്ധമായ ബന്ധങ്ങളിലേക്കോ തോന്നിവാസത്തിലേക്കോ നമ്മൾ പോകാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാ. ഇതിന്റെയൊക്കെ ആത്യന്തികമായി നമുക്കൊരു യാത്രയുണ്ട്, ഒരിക്കലും തിരിച്ചു വരാത്ത, പടച്ച റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള നാളത്തെ ആഖിറം എന്ന ലോകത്തേക്കുള്ള യാത്ര. ആ യാത്ര ഏത് നിമിഷവും പടച്ച റബ്ബ് തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ അരികിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ആ രംഗത്തെ പറ്റി പോലും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മക്കള് മരിച്ചുപോയ വാപ്പാരെ, വാപ്പാര് മരിച്ചുപോയ മക്കളെ, സ്വന്തം ഭാര്യ മരിച്ച ഭർത്താക്കന്മാരെ, ഭർത്താക്കന്മാര് മരിച്ച ഭാര്യമാരെ, ഈ ദുനിയാവിൽ പ്രിയപ്പെട്ടവര് പലരുടെയും മരണം കണ്ട ആളുകളെ ഒരിക്കൽ കൂടി നാളെ റബ്ബിന്റെ മഹ്ശറയിൽ നമ്മൾ പരസ്പരം കാണും. മക്കളാൽ വേദനിച്ച് മരിച്ചുപോയ മാതാപിതാക്കളെ മക്കൾ കാണും. അല്ലെങ്കിൽ മക്കളുടെ കൂർത്ത വാക്കുകൾ കേട്ട് നെഞ്ചുപൊട്ടി ജീവിച്ച രക്ഷിതാക്കൾ മക്കളുടെ കൺമുൻപിലേക്ക് ഹാജരാക്കപ്പെടും. അന്ന് പരസ്പരം അള്ളാഹുവിന്റെ നരകത്തിലേക്ക് നിക്ഷയിക്കപ്പെട്ട് റബ്ബിന്റെ കോടതിയിൽ നിൽക്കുന്ന രംഗം അല്ലാഹു തആല തീരുമാനിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതി ഇല്ലതി തുവീഹി. അന്ന് നിങ്ങൾ പരസ്പരം കാണും. കരയിപ്പിച്ച മക്കൾ കാണും, കരയിപ്പിച്ച മാതാപിതാക്കൾ കാണും, നീതി കാണിക്കാത്ത ഭർത്താക്കന്മാര് കാണും, നീതി കാണിക്കാത്ത ഭാര്യമാര് കാണും. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ. ആളിക്കത്തുന്ന അഗ്നിയുടെ മുൻപിൽ ഒരു ചാണുമുകളിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ വെപ്രാളത്തിലും വിയർപ്പിലും കുളിക്കുന്ന അന്ന് നമ്മൾ വെപ്രാളപ്പെട്ടോടും നഫ്സി നഫ്സി എന്നോടിച്ച് കരയുന്ന സമയത്ത് അല്ലാഹു തആലയുടെ മുൻപിൽ നമ്മൾ കേഞ്ഞിട്ട് പറയും, നാദാ എനിക്ക് പകരം ഞാൻ എൻ്റെ മക്കളെ തരാം, എൻ്റെ ഭാര്യയെ തരാം, എൻ്റെ രക്ഷിതാക്കളെ തരാം, എൻ്റെ കുടുംബത്തെ തരാം, എന്നെ മാത്രം നീ രക്ഷപ്പെടുത്തണേ റബ്ബേ എന്ന് നിലവിളിച്ച് വെപ്രാളപ്പെട്ടോടുമ്പോ അന്ന് അല്ലാഹു നമ്മളോട് തിരിച്ചു പറയും, കല്ലാ ഇന്നഹാ ലളാ, മിണ്ടരുതടോ, നിന്റെ സമയം അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ തീരുമാനമായിട്ടുണ്ട്. നിനക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്
നരകത്തിന്റെ തീജ്വാലയാണെന്ന് പറയുകയും ആളിക്കത്തുന്ന അഗ്നിയുടെ അരികിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോ അന്ന് മുഖത്താകെ കരിപുരണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന രംഗം പോലും അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. യുബസറൂനഹും യവദ്ദുൽ മുജ്രിമു എന്നോർമ്മപ്പെടുത്തിയ റബ്ബ് അവസാന ഭാഗത്ത് ഓർമ്മപ്പെടുത്തുന്നു, വവുജൂഹുൻ യൗമഇദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറ. മുഖമാകെ കറുത്ത് എറിവാളിച്ച് പൊടിപരണ്ട് അള്ളാന്റെ നരകത്തിന്റെക്കുള്ള ലിസ്റ്റിൽപ്പെട്ടു നിൽക്കുമ്പോ അന്ന് നമ്മൾ ഏറെ ഖേദിക്കും ഒരു ജീവിതം കിട്ടിയതിന്റെ പേരിൽ. ഈ ദുനിയാവിൽ പടച്ചോൻ തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ പേരിൽ ആ ലോകത്ത് നമ്മൾ കരയാതിരിക്കാൻ ഈ ഹൈസക്കിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങിപ്പോകുമ്പോ ഇത്രയും സമയം ചെലവാക്കിയതിന്റെ മഹത്വത്തോടുകൂടി ആ തിരിച്ചറിവോടുകൂടി എഴുന്നേറ്റ് പോകുമ്പം ഇനി അങ്ങോട്ട് നമ്മളൊരു എംഎസ്എമ്മുകാരനാ. സമുദായത്തിൽ, തലമുറകളിൽ, എന്റെ ക്യാമ്പസുകളിൽ, എന്റെ റൂമുകളിൽ, എന്റെ ജീവിതത്തിന്റെ രഹസ്യ സമയങ്ങളിൽ ഞാനൊരു എംഎസ്എമ്മുകാരനാ, ഞാനൊരു എംഎസ്എമ്മുകാരിയ. എന്റെ കണ്ണ്, എന്റെ പെരുമാറ്റം, എന്റെ നാവ്, എന്റെ ജീവിതത്തിന്റെ ഓരോ സ്വഭാവ ഗുണങ്ങളും എംഎസ്എം എന്ന ആ മഹത്തായ ആദർശത്തിന്റെ ചേർന്ന് നിന്നിട്ട് ഞാൻ എന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തു എന്ന അഭിമാന ബോധത്തോടെ ജീവിക്കാൻ സാധിച്ചാൽ ഈ യാത്ര എത്തുന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തിലായിരിക്കും. പേപ്പിക്കാനും വഴിതെറ്റിക്കാനും ആയിരങ്ങൾ കൂടെ വന്നാലും വാങ്ങിത്തരുന്ന ഷവർമയുടെയോ കൂട്ടിത്തരുന്ന ഏതെങ്കിലും കൂൾ ഡ്രിങ്ക്സിന്റെയോ അല്ലെങ്കിൽ അയച്ചു തരുന്ന ടെലഗ്രാമിലോ ഫേസ്ബുക്കിലോ ഉള്ള ഏതെങ്കിലും തോന്നിവാസത്തിന്റെ ലിങ്കുകളുടെയോ പിന്നാലെയല്ല, ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ച് ഓരോ മുക്കുമൂലകളിലും ദൈവിക വചനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു എംഎസ്എമ്മുകാരനാവാൻ, ഈ പ്രദേശത്തിന്റെ വെളിച്ചമാകാൻ, ഒരു കുടുംബത്തിന്റെ കാവലാളാവാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ മക്കളെ തിരിച്ചുള്ള യാത്ര ഏറ്റവും മനോഹരമായി അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ആ തിരിച്ചറിവിനാകട്ടെ ഈ മണിക്കൂറുകൾ എന്നോർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരുപാട് ആളുകളുടെ പരിശ്രമമാ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ഒരു രാജ്യത്ത് ഇങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചോടുന്ന എംഎസ്എമ്മിന്റെ വിദ്യാർത്ഥി സമൂഹം, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടെയുള്ള ഇസ്ലാഹി സെന്ററിന്റെ ഭാരവാഹികൾ, അതിനേക്കാൾ ഏറെ ഒരു പരിചയമില്ലാത്ത നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി ആ അടുപ്പിന്റെ അരികിലിരുന്നു കൊണ്ട് വെയിലും കൊണ്ട ആളുകൾ, നിങ്ങൾക്ക് സൗകര്യം ഒരുക്കാൻ വേണ്ടി ഓരോന്നും തലയിൽ പേറി ഇപ്പോഴും നിങ്ങൾ യാത്രയായി കഴിഞ്ഞാൽ, നിങ്ങൾ വീട്ടിലെത്തിയാൽ പോലും വീട്ടിലെത്താൻ സാധിക്കാതെ ഈ ഒരു ഒഴിവ് ദിവസം അള്ളാന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ച നമ്മളെ വളണ്ടിയർമാർ, ഇങ്ങനെ ഓരോരുത്തരും ഇത്തരത്തിലുള്ള ത്യാഗം ചെയ്യുന്നത് ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല, റബ്ബിന്റെ തൃപ്തി കിട്ടാൻ. കാരണം ജീവിതം മരിക്കാനുള്ളതാ. മരണം തൊട്ടടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ ആ മരണാനന്തര ലോകത്ത് മറ്റാരുടെ മുൻപിലും മനസ്സമാധാനത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ ഇവര് നിങ്ങൾക്ക് സൗകര്യമൊരുക്കുമ്പോ നിങ്ങളെ പ്രാർത്ഥനയിൽ അവരുണ്ടാവണം. അതോടൊപ്പം നാളെ എംഎസ്എമ്മിന്റെ സംഘശക്തികളായി മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.